അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, പാണ്ടിക്കാട് അടുത്ത് ആമക്കാട് എന്ന സ്ഥലത്ത് മഹല്ല് ജുമാഅത്ത് പള്ളിയുടെ മുമ്പിലാണ് നമ്മളുള്ളത്. ഈ പള്ളിയുടെ മുൻവശത്ത് ഒരു മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഒരു വലിയ പണ്ഡിതൻ ഇബ്രാഹിം മുസ്ലിയാർ കിടങ്ങയം മഹാൻ അവരുടെ മഖാമ് സിയാറത്ത് ചെയ്യാനാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഈ മഹാന്റെ ശിഷ്യ പരമ്പരയിൽ എണ്ണുന്ന കൂട്ടത്തിൽ നമ്മളൊക്കെ എല്ലാവരും അറിയുന്ന ബഹുമാനപ്പെട്ട താഴ്വ ഉസ്താദ് കൂടി ഉണ്ട്. താഴ്വ ഉസ്താദിൻ്റെ ഉസ്താദ് കൂടിയാണ് മഹാനായ കിടങ്ങയം ഇബ്രാഹിം മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അല്ലാഹു മഹാൻ അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനവറുകളുടെ ശിഷ്യ പരമ്പരയിൽ ഞാൻ പറഞ്ഞ മഹാനായ താഴ്വ ഹാജി മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ അഥവാ താഴ്വ ഉസ്താദിൻ്റെ ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ, ഇങ്ങനെയുള്ള അർത്ഥവത്തായ വരികളിലൂടെ പതിനായിരക്കണക്കിന് മസലകൾ സാധാരണക്കാരുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകിയ മഹാകവി, ആലിം, മഹാനായ താഴ്വ ഉസ്താദിൻ്റെ ഉസ്താദ് കൂടിയാണ് ഈ വിശ്രമം കൊള്ളുന്ന ഇബ്രാഹിം മുസ്ലിയാർ. മഹാനവറുകളുടെ ഈ മഹാനായ ഇബ്രാഹിം മുസ്ലിയാർ തന്നെ വലിയ ഒരു ഗ്രന്ഥകർത്താവാണ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ മഹാനവറുകൾ ഇവിടെ രചിച്ചിട്ടുണ്ട്. ഒരുപാട് ഇവിടുന്ന് മറ്റുള്ള ഇത്രയും ഗ്രന്ഥങ്ങൾ മഹാനവറുകൾ ഭാഷാപരമായിട്ടുള്ളത് ഒക്കെ രചിച്ചിട്ടുണ്ട്. മഹാനവറുകളുടെ മങ്കൂസ് മൗലിദിൻ്റെ ഒരു വ്യാഖ്യാനം നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ മഹാന്മാരായ ബദരീങ്ങളുടെ ഓരോ അസ്മാകളുടെയും വിശാലമായ പരമ്പര വിശദീകരിക്കുന്ന മറ്റു കിതാബുകളൊക്കെ മഹാനവർ രചിച്ചിട്ടുണ്ട്. ആലിമും ആരിഫുമാണ് മഹാനായ കിടങ്ങയം ഇബ്രാഹിം മുസ്ലിയാർ. മഹാനവറുകളുടെ ജന്മം ഒക്കെ ഈ മഖ്ബറയിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത് കാണിച്ച അല്ലാഹു സുബ്ഹാനഹു തആല മഹാനവറുകളുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഇവിടെ ലൊക്കേഷൻ വരുന്നത് പാണ്ടിക്കാട് അടുത്ത് പാണ്ടിക്കാടിൻ്റെയും കിടങ്ങയമാണ്. അഥവാ പാണ്ടിക്കാട് പെരിന്തൽമണ്ണ റൂട്ടിൽ നിന്ന് പുറമ്പുറം ഭാഗത്തുനിന്ന് തിരിഞ്ഞ് പോകുന്ന വഴിയിലാണ് മഹാനവറുകളുടെ മഖ്ബറ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല മഹാനവറുകളുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ശൂലോക സ്വർഗത്തിൽ മഹാനവറുകളോടൊപ്പം അല്ലാഹു നമ്മയും ഉസ്താദന്മാരെയും ഒക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.